ലുലു എന്ന വാക്ക് കേൾക്കാത്ത ഒരു മലയാളി പോലും ഉണ്ടാവില്ല. എന്നാൽ ഇന്ന് മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റ് ചെയിനുകളിൽ ഒന്നായ ലുലുവിന്റെ വളർച്ചയ്ക്ക് പിന്നിൽ പലർക്കും അറിയാത്ത ഒരു കഥയുണ്ട്. MA യൂസുഫ് അലി എന്ന ഫൗണ്ടറുടെ ഒരു വലിയ സ്വപ്നത്തിന്റെയും കഠിനാധ്വാനത്തിന്റെയും കഥ. തൃശ്ശൂരിനടുത്ത് നാട്ടികയിലുള്ള ഒരു പരമ്പരാഗത ബിസിനസ് കുടുംബത്തിലാണ് യൂസുഫ് അലി ജനിച്ചത്. കുട്ടിയായിരുന്നപ്പോൾ വക്കീലാവണമെന്നായിരുന്നു യൂസുഫിന്റെ ആഗ്രഹം. പക്ഷേ ബിസിനസ് പാരമ്പര്യമുള്ളതുകൊണ്ട് അവനും ബിസിനസ്സിൽ തന്നെ എത്തിപ്പെട്ടു. തനിക്ക് ഏതാണ്ട് 15-16 വയസ്സുള്ളപ്പോൾ ഗുജറാത്തിലെ അഹമ്മദാബാദിൽ ഗ്രോസറി ഷോപ്പ് നടത്തുകയായിരുന്ന പിതാവ് MK അബ്ദുൽ ഖാദർ ഹാജിക്കൊപ്പം യൂസുഫും കൂടി. യൂസുഫിന്റെ ഉപ്പ ഓരോ ദിവസത്തെ വരവും ചിലവും ഒരു ഡയറിയിൽ കുറിച്ചു വെക്കുമായിരുന്നു. ബാക്കി വരുന്ന പണം അദ്ദേഹം എല്ലാ ദിവസവും രാത്രി എണ്ണി തിട്ടപ്പെടുത്തും. തന്റെ പിതാവിന്റെ ഈ ശീലം കണ്ടാണ് യൂസഫ് കണക്ക് വെക്കാൻ പഠിച്ചത്. 70കളുടെ തുടക്കത്തിൽ ഇന്ത്യയിൽ നിന്നും പലരും ഗൾഫ് രാജ്യങ്ങളിലേക്ക് ചേക്കേറാൻ തുടങ്ങി. കൂടുതൽ മെച്ചപ്പെട്ട തൊഴിലവസരങ്ങൾക്ക് വേണ്ടിയായിരുന്നു ഇത്. അപ്പോഴേക്കും ബിസിനസ് അഡ്മിനിസ്ട്രേഷനിൽ ഡിപ്ലോമ എടുത്തിരുന്ന 18-കാരനായ യൂസഫും അബുദാബിയിലേക്ക് പോകാൻ തയ്യാറെടുത്തു. അവിടെ ഗ്രോസറി ഷോപ്പ് നടത്തുന്ന തന്റെ ബന്ധുവിന്റെ അടുത്തേക്ക് പോവുകയായിരുന്നു യൂസഫിന്റെ ലക്ഷ്യം. ഒരു വലിയ ബിസിനസ്സുകാരനാവുക എന്ന സ്വപ്നത്തോടെയാണ് യൂസഫ് ദുബായിലേക്ക് പോകാൻ തീരുമാനിച്ചത്. യാത്ര തിരിക്കുന്നതിന് മുമ്പായി വലിയപ്പ VM കുഞ്ഞാമു ഹാജി യൂസഫിന് 5 രൂപ നൽകി അനുഗ്രഹിച്ചു. അദ്ദേഹം പറഞ്ഞു, നിനക്ക് ജീവിതത്തിൽ ഉയർന്നു വരണമെങ്കിൽ സത്യസന്ധതയും ആത്മാർത്ഥതയും ജീവകാരുണ്യ പ്രവർത്തനവും കഠിനാധ്വാനവും കൂടിയേ തീരൂ. അക്കാലത്ത് അറബ് എമിറേറ്റുകളിൽ വലിയ മരുഭൂമികളാണ് ഉണ്ടായിരുന്നത്. മുംബൈയിൽ നിന്നും ഷിപ്പ് വഴി യാത്ര തിരിച്ച യൂസഫ് 1973 ഡിസംബർ 31 ദുബായ് പോർട്ടിലെത്തി. അവിടെ നിന്നും 5 മണിക്കൂർ യാത്ര ചെയ്ത് ആ ചെറുപ്പക്കാരൻ അങ്ങനെ അബുദാബിയിലെത്തി. അവിടെ യൂസഫ് തന്റെ അമ്മാവനായ MK അബ്ദുള്ള നടത്തിയിരുന്ന ചെറിയ ഗ്രോസറി ഷോപ്പിൽ ജോലിക്കാരനായി ചേർന്നു. ആ ഷോപ്പിന്റെ ടെറസിലായിരുന്നു ആ ചെറുപ്പക്കാരൻ അക്കാലത്ത് ഉറങ്ങിയിരുന്നത്. കനത്ത ചൂട് കാരണം കോൺക്രീറ്റിന്മേൽ ബക്കറ്റ് കണക്കിന് വെള്ളമൊഴിച്ച് തണുപ്പിച്ചതിന് ശേഷമായിരുന്നു യൂസഫ് ഉറങ്ങാൻ കിടന്നിരുന്നത്. ഗ്രോസറി ഷോപ്പിലെ ജോലിക്കിടെ യൂസഫ് മറ്റൊരു കാര്യം കൂടി ചെയ്യുന്നുണ്ടായിരുന്നു. അവിടുത്തെ FMCG മാർക്കറ്റ് ശ്രദ്ധിച്ച് പഠിക്കുകയായിരുന്നു ആ ചെറുപ്പക്കാരൻ. ഇതിന് പുറമെ എക്സ്പോർട്ട് ഇമ്പോർട്ട് മാർക്കറ്റ് എങ്ങനെയാണ് നടക്കുന്നതെന്നും യൂസഫിലെ ആ ബിസിനസ്സുകാരൻ അറിയാൻ ശ്രമിച്ചു. 1983 ആയപ്പോഴേക്കും യൂസഫ് സിംഗപ്പൂർ, ഹോങ്കോങ്, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്തു. സൂപ്പർ മാർക്കറ്റ് എന്ന കോൺസെപ്റ്റ് അദ്ദേഹം ആദ്യമായി കണ്ടതും ആ യാത്രകളിലായിരുന്നു. 34 വയസ്സായപ്പോഴേക്കും യൂസഫ് തന്റെ ആദ്യത്തെ സൂപ്പർ മാർക്കറ്റ് അബുദാബിയിൽ തുടങ്ങി. എന്നാൽ 1990-ലെ ഗൾഫ് യുദ്ധമായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ടേണിംഗ് പോയിന്റ്. പല ആളുകളും ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും മടങ്ങുന്ന കാലമായിരുന്നു അത്. അക്കാലത്ത് അബുദാബിയിൽ ഒരു വലിയ ഹൈപ്പർ മാർക്കറ്റ് തുടങ്ങാൻ യൂസഫ് തീരുമാനിക്കുന്നു. ഈ നീക്കം അവിടുത്തെ റൂളറായ ഷെയ്ഖ് സയ്യിദിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. എല്ലാവരും രാജ്യം വിട്ടു പോകുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത്രയും ധൈര്യമെന്ന് അദ്ദേഹം യൂസഫിനോട് ചോദിക്കുന്നു. എന്നാൽ യൂസഫിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു, ഞാൻ എന്റെ ബിസിനസ് പഠിച്ചത് അബുദാബിയിൽ നിന്നാണ്. ഇവിടെ നിൽക്കാനാണ് എന്റെ തീരുമാനം, അല്ലാതെ പ്രശ്നങ്ങളിൽ നിന്നും പേടിച്ചോടാനല്ല. ഇത് കേട്ട് വളരെയധികം മതിപ്പ് തോന്നിയ ഷെയ്ഖ് സയ്യിദ് തന്റെ മകനെ വിളിച്ച് യൂസഫിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ നിർദ്ദേശിക്കുന്നു. യൂസഫും അബുദാബിയിലെ രാജകുടുംബവുമായി അന്ന് തുടങ്ങിയ ബന്ധം ഇന്നും തുടരുകയാണ്. യൂസഫിനെ തങ്ങളുടെ സ്വന്തം കുടുംബാംഗത്തെ പോലെയാണ് അവർ കരുതുന്നത്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ സന്ദർശിച്ചപ്പോൾ രാജകുടുംബത്തോടൊപ്പമാണ് യൂസഫ് അലി ഇരുന്നത്. 6 GCC രാജ്യങ്ങളിലായി ഇന്ന് ലുലുവിന് 240-ൽ കൂടുതൽ ഹൈപ്പർ മാർക്കറ്റുകൾ, എക്സ്പ്രസ് മിനി മാർക്കറ്റ് സ്റ്റോറുകൾ എന്നിവയുണ്ട്. 1.3 മില്യൺ സ്ക്വയർ മീറ്ററിലധികം റീറ്റെയിൽ സ്പേസിലായി ലുലുവിന്റെ സാമ്രാജ്യം ലോകമെങ്ങും പരന്നു കിടക്കുന്നു. 130 നാഷണാലിറ്റികളിൽ നിന്നുള്ള 6 ലക്ഷത്തിലധികം ഷോപ്പർമാരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഡെയിലി 85 രാജ്യങ്ങളിൽ നിന്ന് ലുലു ഗ്രൂപ്പ് പ്രൊഡക്റ്റുകൾ സോഴ്സ് ചെയ്യുന്നു. ഇന്ന് യൂസഫ് അലി എവിടെ എത്തി നിൽക്കുന്നു എന്ന് നമുക്ക് നോക്കാം. ലുലു ഗ്രൂപ്പിന്റെ ചെയർപേഴ്സണും മാനേജിംഗ് ഡയറക്ടറുമായ യൂസഫ് അലി ഇന്ന് മിഡിൽ ഈസ്റ്റ് റീറ്റെയിൽ കിങ് എന്ന് വിശേഷിക്കപ്പെടുന്നു. 2024 കേരളത്തിലെ ഏറ്റവും വലിയ സമ്പന്നനായി ഫോബ്സ് അദ്ദേഹത്തെ തെരഞ്ഞെടുത്തു. ഇന്ത്യയിലെ ഏറ്റവും വലിയ 100 പണക്കാരുടെ ലിസ്റ്റിൽ $7.4 ബില്യൺ നെറ്റ്വർത്തോടെ യൂസഫ് അലി 39-ാം സ്ഥാനത്ത് നിൽക്കുന്നു. 2015 ജൂലൈയിൽ ലണ്ടനിലുള്ള ഒറിജിനൽ സ്കോട്ട്ലാൻഡ് യാർഡ് സൈറ്റ് 110 മില്യൺ പൗണ്ടിന് അദ്ദേഹം സ്വന്തമാക്കി. കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിൽ ഒരു മൈനോറിറ്റി സ്റ്റോക്കുള്ള യൂസഫ് അലി അതിന്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ അംഗവുമാണ്. 2021 ഹൈയസ്റ്റ് സിവിലിയൻ അവാർഡ് യൂസഫ് അലിക്ക് ലഭിച്ചു. ഇതുകൂടാതെ പത്മശ്രീ, പ്രവാസി ഭാരതീയ സമ്മാൻ എന്നീ അവാർഡുകളും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇനി യൂസഫ് അലിയെ കുറിച്ച് അധികമാർക്കും അറിയാത്ത ചില കാര്യങ്ങൾ പറയാം. 2001 ഒരു കാർ ആക്സിഡന്റിൽ യൂസഫ് അലിയുടെ ഉപ്പയും ഉമ്മയും മരണപ്പെട്ടു. ദുബായിൽ നിന്നും അബുദാബിയിലേക്ക് യാത്ര പോകവെയാണ് ഈ ട്രാജഡി ഉണ്ടായത്. യൂസഫ് അലിയുടെ ഉമ്മ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഒരു സ്കാർഫ് ഉപയോഗിച്ച് തലമറയ്ക്കുമായിരുന്നു. ഉമ്മയുടെ ഓർമ്മയ്ക്കാവണം യൂസഫ് അലിയും ഒരു ക്യാബ് ധരിച്ചാണ് ഉറങ്ങാറുള്ളത്. COVID-19-നെതിരെ പോരാടാൻ അദ്ദേഹം ഡൊണേറ്റ് ചെയ്തത് $6.8 മില്യൺ ആണ്. ഇതുകൂടാതെ കേരളത്തിൽ 1400 ബെഡുകളുള്ള ഒരു ട്രീറ്റ്മെന്റ് സെന്റർ ഉണ്ടാക്കി ഡൊണേറ്റ് ചെയ്തു. തന്റെ റീറ്റെയിൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ട ലൈവ് ഡേറ്റയിലേക്ക് യൂസഫ് അലിക്ക് ആക്സസ് ഉണ്ട്. അതായത് തന്റെ ഓരോ ഷോപ്പിലും എത്ര ആളുകൾ വിസിറ്റ് ചെയ്തു എന്നറിയാൻ
അദ്ദേഹത്തിന് കീബോർഡിലൂടെ ഒന്ന് വിരലോടിച്ചാൽ മതി. താങ്കൾ എപ്പോഴെങ്കിലും പൊളിറ്റിക്സിൽ ചേരുമോ എന്ന് ഒരു ഇന്റർവ്യൂവിൽ ചോദിച്ചപ്പോൾ ഇല്ല എന്നായിരുന്നു യൂസഫ് അലിയുടെ മറുപടി. താൻ പൊളിറ്റിക്സിൽ വിജയിക്കില്ല എന്നും അദ്ദേഹം പറഞ്ഞു. യൂസഫ് അലിയുടെ ഇൻസ്പയറിംഗ് ആയ ഈ ലൈഫ് സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇനിയുള്ള വീഡിയോയിൽ ആരുടെ സ്റ്റോറി കേൾക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് താഴെ കമന്റ് ചെയ്യുമല്ലോ.